കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഒരു ശതമാനമില്ല. നട്ടാക്കുരു 20 ലക്ഷം രൂപ കേസിലെ പ്രതിയാണ്. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ ശിക്ഷിക്കും കോടതി. ഭായ്, ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. അപ്പൊ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ, ഞാനാണ് കേസ് കൊടുത്തേക്കണേ. എന്റെ ഭായ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പൊ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ എന്ത് പറയാം? അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പൈസ എടുത്ത് ദൂർത്തടിച്ച് ഒരു മുൻപിനെ ആലോചിക്കാതെ അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഭരണസമിതി കൊണ്ടുപോയി, അതാണ് പ്രശ്നം. ഒരു ട്രഷററുണ്ട് ഉണ്ണി ശിവപാൽ, അയാളുടെ പറയാണ് ജനറൽ ബോഡി വരെ താൻ വീട്ടിയിരിക്കും. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ഓഫീസിൽ മേലിൽ കയറരുത്. എന്താ പ്രശ്നം? അയാൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട്, ഒരു പെണ്ണിനോട് വിളിച്ച് നാളെ കൊടുക്കാനുള്ള ചെക്കുകൾ എഴുതി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? അയാളെ മാറി വയ്ക്കാൻ പറഞ്ഞു. എന്നിരുന്നാലും ജനറൽ ബോഡി പറയാണ് ഉണ്ണി ശിവപാൽ മുങ്ങിക്കളഞ്ഞെന്ന്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അയാൾ മുങ്ങയല്ലല്ലോ, അയാളെ മാറ്റി നിർത്തിയത് ശ്വേതയാണ്. എന്നിട്ട് ശ്വേത തന്നെ പറയുന്നു മുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പക്വതയില്ലായ്മ, അതാണ് പ്രശ്നം. പക്വതയില്ല. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.